കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന കുവൈറ്റ് ഫയർഫോഴ്സ് അന്വേഷണ റിപ്പോർട്ട്. ഗാർഡിന്റെ മുറിയിൽ നിന്നുമാണ് തീപിടുത്തം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ 2 പേരെ റിമാൻഡ് ചെയ്തു. തെക്കൻ കുവൈറ്റിലെ മംഗഫിൽ കമ്പനി ജീവനക്കാർ താമസിച്ച കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിക്ക് ശേഷമായിരുന്നു തീപിടുത്തം. 4:28-ന് അപകട സന്ദേശം കിട്ടിയെന്നും കൃത്യം 5 മിനിറ്റിൽ കുതിച്ചെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയെന്നും കുവൈറ്റ് ഫയർ റെസ്ക്യൂ വിഭാഗം വ്യക്തമാക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ സമയത്തിനുള്ളിൽ കെട്ടിടത്തിലുണ്ടായിരുന്ന 45 പേര് മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 4 പേർ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ മരണപ്പെട്ടുവെന്നും ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 2 പേർ റിമാൻഡിലാണെന്ന് കുവൈറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഒരു കുവൈറ്റ് പൗരനും ഒരു വിദേശ പൗരനുമാണ് റിമാൻഡിലായിരിക്കുന്നത്. കൂട്ടമരണത്തിന് കാരണമായ ചട്ടലംഘനങ്ങളുടെ പേരിലാണ് നടപടി. ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മരിച്ച 49 പേരും ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 46 പേരെ തിരിച്ചറിഞ്ഞു, 3 പേരെ തിരിച്ചറിയാനുണ്ട്. മരിച്ചവരിൽ 25 പേർ മലയാളികളാണ്. 40 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. 9 പേരുടെ നില ഗുരുതരമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.